നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറഞ്ഞു. ക്രൈസ്തവ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും മോഹൻ ജോർജ് 24-നോട് പറഞ്ഞു. പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ബി.ജെ.പിയുടെ അവസാനവട്ട പ്രതീക്ഷ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണല്ലേ സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്? തീർച്ചയായും ഞങ്ങൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പോസിറ്റീവായിട്ട് ജനങ്ങൾ ചിന്തിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഏതൊക്കെ മേഖലയിൽ നിന്ന് കാര്യമായ രീതിയിലുള്ള വോട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എല്ലാ മേഖലയിലും, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ മേഖലയിലും ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മലയോര മേഖലയിലെ ഒരു ക്രൈസ്തവരുടെ ഒരു പ്രതിനിധി എന്ന തരത്തിൽ കൂടിയാണ് അങ്ങയെ ഈ തെരഞ്ഞെടുപ്പിൽ വിശേഷിക്കപ്പെട്ടത്. അത് ഏത് തരത്തിൽ ഗുണം ചെയ്തു? ആ മേഖലയിലെ വോട്ടുകൾ കാര്യമായ രീതിയിൽ നമുക്ക് പിക്ക് ചെയ്യാൻ കഴിഞ്ഞോ? എങ്ങനെയാണ്? മലയോര മേഖലയിലെ അവഗസിതം ഞങ്ങൾ ചർച്ച ചെയ്തു, വികസനമില്ലായ്മ ഞങ്ങൾ ചർച്ച ചെയ്തു, വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും അതിനൊക്കെ അനുകൂലമായി ഒരു വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിലൊക്കെ ഉപരി നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നി വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ വെച്ചത്. അത് ജനങ്ങൾക്ക് ഇടയിൽ സ്വീകാര്യമായി. ജനങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തു, അതിനനുസരിച്ച് വോട്ട് ചെയ്തു എന്ന് ഞങ്ങൾ കരുതുന്നു. വിജയപ്രതീക്ഷ എന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വിജയം എന്നുള്ളതിലേക്ക് എത്തിപ്പിടിക്കാൻ എത്രത്തോളം കാര്യമായൊരു മുന്നേറ്റം ഞങ്ങൾ നടത്തും? വിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ പ്രതീക്ഷയല്ലേ. ഏതായാലും ഒരു വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ വന്നിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ക്രൈസ്തവ മതവിഭാഗങ്ങൾ കാര്യമായ രീതിയിൽ ബി.ജെ.പിയിലേക്ക് വന്നു എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ വിഭാഗം ജനങ്ങളും വന്നിട്ടുണ്ട്. ക്രൈസ്തവർ മാത്രമല്ല, മുസ്ലിങ്ങളും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പ്രചരണത്തിന് മുമ്പ് ഇർഷാദ് എത്രയോ മുസ്ലിം സഹോദരന്മാർ ബി.ജെ.പിയിലേക്ക് കടന്നു വരുന്നു. അതേപോലെ തന്നെ ക്രൈസ്തവരും വരുന്നുണ്ട്, പല ആളുകളും വരുന്നുണ്ട്. എക്സ് മിലിറ്ററിക്കാർ, കർഷകർ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും നരേന്ദ്രമോദിജിയുടെ ആനുകൂല്യം ലഭിച്ചവർ മുഴുവനും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. കാരണം നരേന്ദ്രമോദി നൽകുന്ന ആനുകൂല്യങ്ങൾ തങ്ങളുടേതാക്കി ചിലർ ചിത്രീകരിച്ചിരിക്കുന്നു. അത് മാറി ഞങ്ങൾക്കൊരു ശക്തമായ പ്രചരണം നടത്താൻ പറ്റി. ഇതൊക്കെ നൽകിയത് നരേന്ദ്രമോദിജിയാണ്, കേന്ദ്ര സർക്കാരാണെന്ന് ഞങ്ങൾക്ക് പ്രചരണം നടത്താൻ പറ്റി. അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. ജനങ്ങളിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. 23-ാം തീയതി റിസൾട്ട് അറിയുമല്ലോ. തീർച്ചയായിട്ടും ശക്തമായൊരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് പറയാനുള്ളത്. വിജയപ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നിലമ്പൂരിൽ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട്. ശ്രീകുമാരൻ, ടീം 24, നിലമ്പൂർ.